ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ മാത്രമാണ്. അതിൽ ഏതൊക്കെ പഠിക്കണം, അത് എങ്ങനെയാണ് അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഇതിലൂടെ ലഭിക്കും, അത് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോളട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ആദ്യത്തെ പോർഷനിലേക്ക് കടക്കാം. നോട്ട്സ് ഇതിലുണ്ട്, നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദ സ്കെയിൽസ് വെയർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ലെങ്ത് ഇൻ ഓൾഡൻ ഡേയ്സ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, നീളം അളക്കാൻ ഉപയോഗിച്ചിരുന്ന സ്കെയിൽസുകൾ എന്തൊക്കെയായിരുന്നു? ഉത്തരമെന്ന് പറയുന്നത് മുഴം, ഫർലോങ്, മൈൽ, വാര, അടി നമ്മൾ കേട്ടിട്ടുണ്ട്. ഫീറ്റ്, ഓരോ ഇത്ര അടിയിൽ നമ്മൾ ദൂരം നടന്നു എന്നൊക്കെ പറയില്ലേ, അടി. കാതം നോർത്ത് 24 കാതം എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ ലെങ്തിനെ ഇത്ര ദൂരം എന്ന് വെച്ചിട്ടുള്ള അർത്ഥത്തിൽ വരുന്നതാണ് കാതം. ഓക്കെ, അപ്പം മുല്ലപ്പൂ ഒക്കെ അളക്കുന്ന ഇത്ര മുഴമല്ലേ, അപ്പം മുഴം, ഫർലോങ്, മൈൽ, വാര, അടി ആൻഡ് കാതം, ഇത്തരത്തിലുള്ള സ്കെയിൽസുകളായിരുന്നു പണ്ട് കാലത്ത് ലെങ്ത് അളക്കാനായി ഉപയോഗിച്ചിരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ലെങ്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ലെങ്തിൻ്റെ ബേസിക് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇതിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ എം ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അല്ലേ. ലെങ്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? മീറ്റർ. മീറ്ററിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ എം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ. ഓക്കെ, ആ ഒരു ഒന്നുകൂടെ നോക്കി വെക്കുക. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ. എന്ന് പറയുന്നത് എന്താണ്? മില്ലിമീറ്റർ. അപ്പോൾ ലെങ്തിൻ്റെ ബേസിക് യൂണിറ്റ് മീറ്റർ, സിമ്പിൾ സ്മോൾ ലെറ്റർ എം. നെക്സ്റ്റ് പോയിന്റ്, ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ. ഒരു മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. The smallest length that can be accurately measured by using a meter scale is its least count. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന, ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ലെങ്തിനെയാണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ലെങ്താണ് ആ മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട്. കൂടാതെ പഠിക്കുക, ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ ഈസ് 1 മില്ലിമീറ്റർ. മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററും കൂടിയാണ്. ആ 2 പോയിൻറ്റ്സും പഠിച്ചു വെക്കുക. ഈ ലീസ്റ്റ് കൗണ്ട് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹൗ ടു മെഷർ ദ തിക്നെസ് ഓഫ് എ തിൻ പേപ്പർ. തിന്നായിട്ടുള്ള പേപ്പറിൻ്റെ തിക്നെസ് എങ്ങനെ മെഷർ ചെയ്യാം? അതിനുത്തരം, ടേക്ക് സം ഷീറ്റ്സ് ഓഫ് പേപ്പർ ആൻഡ് പൈൽ ഇറ്റ് അപ്പ് ടു 2 സെൻറ്റിമീറ്റർ. കുറേ ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക, അതിനെ ഒരു അടുക്കി വെക്കുക. ഏകദേശം 2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ അതിനെ അടുക്കി വെക്കുക. കൗണ്ട് ദ നമ്പർ ഓഫ് പേപ്പേഴ്സ്. എത്ര പേപ്പറിനുണ്ടെന്ന് എണ്ണി നോക്കുക. ദെൻ തിക്നെസ് ഓഫ് 1 പേപ്പർ. ഒരു പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ഉണ്ടല്ലോ, എത്ര ഉയരത്തിലാണ് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്, ആ ഹൈറ്റ് ഇവിടെ എത്രയാണത്? 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ എത്ര പേപ്പേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് പേപ്പേഴ്സ്. എന്ത് സിമ്പിളായിട്ട് മനസ്സിലായി. അപ്പോൾ ഒരു തിൻ പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹൈറ്റ്, ആ എത്രത്തോളം ആണ് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന ഹൈറ്റ് ഡിവൈഡഡ് ബൈ
എത്ര ഷീറ്റ്സ് ആണ് അടുക്കി വെച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് പേപ്പേഴ്സ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഹൗ ടു മെഷർ ദ ലെങ്ത് ഓഫ് എ കേർവ്ഡ് ലൈന്. കേർവായിട്ടുള്ളൊരു ലൈനിൻ്റെ, വളഞ്ഞിരിക്കുന്ന ഒരു ലൈനിൻ്റെ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാം? ടേക്ക് എ ലോങ് ത്രെഡ്. നീളമുള്ള ഒരു നൂലെടുക്കുക. പ്ലേസ് ദ ത്രെഡ് ഓവർ ദ കേർവ്ഡ് ലൈൻ. ഈ നൂലെടുത്ത് വളഞ്ഞിരിക്കുന്ന ആ ലൈനിൽ വയ്ക്കുക. മെഷർ ദ ലെങ്ത് ഓഫ് ദ ത്രെഡ് യൂസിങ് എ മീറ്റർ സ്കെയിൽ. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഈ നൂലിൻ്റെ നീളം അളക്കുക. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ കേർവ്ഡ് ലൈൻ. ഇതായിരിക്കും ആ കേർവ്ഡ് ലൈനിൻ്റെ നീളമെന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ. വളഞ്ഞിരിക്കുന്ന ഒരു ലൈന്, ആ ലൈനിൻ്റെ അതേ ആകൃതിയിൽ ആ നൂലിനെ വെക്കുക, എന്നിട്ട് ആ നൂലെടുത്തൊരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കുക. അപ്പോൾ ആ സ്കെയിൽ എത്ര നീളമാണോ കാണിക്കുന്നത് അതായിരിക്കും ആ കേർവ്ഡ് ലൈനിൻ്റെ നീളമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് പോർഷനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ. ഒരു സ്ഫിയറിൻ്റെ ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? പ്ലേസ് ദ സ്ഫിയർ ബിറ്റ്വീൻ ടു വുഡൻ ബ്ലോക്സ്. രണ്ട് തടി കഷ്ണങ്ങൾക്കിടയിലേക്ക് ഈ സ്ഫിയർ വെക്കുക. By using a meter scale, measure the distance between the two faces of the wooden blocks touching the spheres. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഈ രണ്ട് സ്ഫിയറിൻ്റെയും ഫേസസ് ടച്ച് ചെയ്തിരിക്കുന്ന വുഡൻ ബ്ലോക്സിൻ്റെ ആ ഡിസ്റ്റൻസ് അളക്കുക. അതായിരിക്കും ആ സ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. രണ്ട് തടിക്കഷ്ണങ്ങൾക്കിടയിലേക്ക് ഒരു സ്ഫിയർ വെക്കുക. ആ തടിക്കഷ്ണങ്ങൾ തമ്മിലുള്ള അകലം നമ്മൾ അളക്കുക ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച്. അതായിരിക്കും നമ്മളുടെ സ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്മോളർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ? എന്തൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്? ഓക്കെ, നമുക്ക് നോക്കാം. സെൻറ്റിമീറ്റർ cm, മില്ലിമീറ്റർ mm, മൈക്രോമീറ്റർ μm, നാനോമീറ്റർ nm. ഓക്കെ, അപ്പുറത്തൊരു കോളം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണേ. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 10⁻² മീറ്റർ. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻² മീറ്ററാണ്. ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്ററാണ്. ഒരു മൈക്രോമീറ്റർ 1 മൈക്രോമീറ്റർ = 10⁻6 മീറ്റർ. മൈക്രോ എത്രയാണ്? 10⁻6 മീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻9 മീറ്റർ. ഇതൊക്കെയാണ് ലെങ്തിൻ്റെ സ്മോളർ യൂണിറ്റ്സുകൾ. ആ ബോക്സിലുള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. നമുക്കിനി നെക്സ്റ്റ് പോർഷൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയത് എന്തായിരുന്നു? സ്മോളർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ്. അടുത്തതായിട്ട് പഠിക്കുന്നത് ബിഗ്ഗർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ലെങ്തിൻ്റെ ബിഗ്ഗർ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? വളരെ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷനാണ്. ബിഗ്ഗർ യൂണിറ്റ്സ് ആർ, ഒന്നാമത്തത് കിലോമീറ്റർ km. കിലോമീറ്റർ യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ്. രണ്ട് പ്ലേസസുകൾ തമ്മിലുള്ള ദൂരം മെഷർ ചെയ്യുന്നത് കിലോമീറ്ററിലാണ്. 1 കിലോമീറ്റർ = 1000 മീറ്റർ. 1 കിലോമീറ്റർ എത്ര മീറ്ററാണ്? 1000 മീറ്റർ. 1000നെ നമ്മൾ എങ്ങനെയാണ് 10⁻⁻ പവറിൽ എഴുതുന്നത്? 10⁻³ 3 0 അല്ലേ 1000ന്, അതുകൊണ്ടാണ് പവർ 3 എഴുതിയത്. അപ്പോൾ 10⁻³ മീറ്റർ. 1 കിലോമീറ്റർ = 1000 മീറ്റർ = 10⁻³ മീറ്റർ. രണ്ടാമത്തെ ബിഗ്ഗർ യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. AU എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ടു പ്ലാനറ്റ്സ് ഓർ സ്റ്റാർസ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. 1 astronomical unit is the average distance from Earth to the Sun. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിൽ നിന്ന്
ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി, ആവറേജിൻ്റെ മലയാളം ശരാശരി ദൂരത്തെയാണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അസ്ട്രോണമിക്കൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നത് to measure the distance to planets or stars. പ്ലാനറ്റ്സിൻ്റെയോ സ്റ്റാർസിൻ്റെയോ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ആവറേജ് ഡിസ്റ്റൻസിനെയാണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു വാല്യൂ അതിനുണ്ട്. 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1 AU is equal to 15 crore കിലോമീറ്റർ, 15 കോടി കിലോമീറ്റർ. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഓക്കെ, 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇസ് ഈക്വൽ ടു 15 ക്രോർ കിലോമീറ്റർ. വാല്യൂ കാണാതെ പഠിക്കണേ. നമുക്ക് നെക്സ്റ്റ് ബിഗ്ഗർ യൂണിറ്റ്സ് നോക്കാം. മൂന്നാമത്തെ ബിഗ്ഗർ യൂണിറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഇയർ, LY എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ടു സ്റ്റാർസ്. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാനാണ് ലൈറ്റ് ഇയർ ഉപയോഗിക്കുന്നത്. 1 light year is the distance travelled by light in 1 year. ഒരു വർഷം ലൈറ്റ് സഞ്ചരിക്കുവാനെടുക്കുന്ന ദൂരത്തെ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year, ഒരു വർഷം ലൈറ്റ് സഞ്ചരിച്ച ദൂരത്തെയാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. മലയാളത്തിൽ പ്രകാശവർഷം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1 light year ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year. ഒരു വർഷം ലൈറ്റ് സഞ്ചരിച്ച ദൂരത്തെയാണ് 1 light year എന്ന് പറയുന്നത്. ലൈറ്റ് ഇയറിൻ്റെ വാല്യൂ 1 light year ഈസ് ഈക്വൽ ടു 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. അതും കാണാതെ പഠിക്കണം. നാലാമത്തെ ബിഗ്ഗർ യൂണിറ്റ് പാർസ് സെക്കൻഡ്, PC എന്ന് ഡിനോട്ട് ചെയ്യും. യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ടു സ്റ്റാർസ്. ഇതും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു പാർസ് സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. അപ്പോൾ ലൈറ്റ് ഇയർ എത്രയാണ്? ഒരു പാർസ് സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. ഈ 4 ബിഗ്ഗർ യൂണിറ്റ്സും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇത്രയേ ഉള്ളൂ ബിഗ്ഗർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മളിനി ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പോർഷനായ മാസിലേക്ക് കടക്കുകയാണ്. എന്താണ് മാസ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. മാസ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. എ സബ്സ്റ്റൻസ് Mass of a substance is the measure of the quantity of matter. Matter means ദ്രവ്യം. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെയാണ് മാസ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. സിമ്പൽ, കിലോഗ്രാമിൻ്റെ സിമ്പൽ kg നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മാസിൻ്റെ അത്രയും കാര്യവും ഓർത്ത് വെക്കുക. മാസിൻ്റെ ഡെഫിനിഷൻ, യൂണിറ്റ് എന്താണ്, സിമ്പൽ എന്താണ്. നെക്സ്റ്റ് പോർഷൻ നോക്കാം. മാസിൻ്റെ ഭാഗത്ത് തന്നെ വരുന്ന ഒരു പോർഷനാണ് മെഷർമെൻറ്റ്സിൻ്റെ വാല്യൂ കിലോഗ്രാമിലും എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരു മില്ലിഗ്രാം 1 mg, ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ്? 10⁻⁻6 കിലോഗ്രാം. ഒരു ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. 1 ക്വിൻ്റൽ എന്ന് പറയുന്നത് 10⁻² കിലോഗ്രാം ആയിരിക്കും. 1 ടൺ ഈസ് ഈക്വൽ ടു 10⁻³ കിലോഗ്രാം. അപ്പോൾ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ മെഷർമെൻറ്റ്സിൻ്റെ കിലോഗ്രാമിലുള്ള വാല്യൂമാണ് 2 കോളമായിട്ട് തന്നിരിക്കുന്നത്. അതും എഴുതിയെടുത്ത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ലെങ്ത് കഴിഞ്ഞു, മാസ് കഴിഞ്ഞു. ഇനി ടൈമാണ് പഠിക്കുന്നത്. ബേസിക് യൂണിറ്റ് ഓഫ് ടൈം എന്താണ്? സെക്കൻഡ്. സെക്കൻഡിൻ്റെ യൂണിറ്റ് എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോളാർ ഡേ, അതിൽ പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് സോളാർ ഡേ. എ ഡേ ഓർ സോളാർ ഡേ ഈസ് ദ ടൈം പീരിയഡ് ഫ്രം 1 noon to the next noon.
ഒരു ഡേ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ഡേ എന്ന് പറയുന്നത് എന്താണ്? ഒരു നൂൺ മുതൽ നെക്സ്റ്റ് നൂൺ വരെയുള്ള ടൈം പീരീഡിനെയാണ് സോളാർ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോളാർ ഡേയുടെ ഡെഫിനിഷൻ എന്താണ്? എ ഡേ ഓർ സോളാർ ഡേ ഈസ് ദ ടൈം പീരിയഡ് ഫ്രം 1 noon ടു ദി നെക്സ്റ്റ് നൂൺ. ടൈമിൽ അത് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹൗ മെനി സെക്കൻഡ്സ് മേക്ക് എ ഡേ ഓർ 1 സോളാർ ഡേ? ഒരു ഡേയിൽ എത്ര സെക്കൻഡ്സുകൾ ചേരുന്നതാണ്? ഹൗ മെനി സെക്കൻഡ്സ് മേക്ക് എ ഡേ? ഒരു ദിവസം എത്ര സെക്കൻഡുകൾ ചേർന്നുണ്ടാകുന്നതാണ്? അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എന്തെങ്കിലും തോന്നുന്നുണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ. ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ എഴുതിയിരിക്കുന്നത്? 24 × 60 × 60. ഈ വാല്യൂസ് എങ്ങനെ വന്നു എന്നൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഒരു ദിവസം എന്നത് 24 മണിക്കൂറാണ്. ഓക്കെ, ഒരു മണിക്കൂർ എന്നത് എത്ര മിനിറ്റാണ്? എത്രയാ? 60 മിനിറ്റ് അല്ലേ? ഒരു മിനിറ്റ് എന്നുള്ളത് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. അപ്പോൾ ആ കാൽക്കുലേഷനിലൂടെയാണ് നമ്മൾ ഈ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്തത്. ഒന്നുകൂടെ പറയാം, ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ആ 24 ആദ്യം എഴുതി. ഇനി 24 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? ഒരു മണിക്കൂർ 60 മിനിറ്റ്. ആ 60 അത് എഴുതി. പിന്നീട് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. ആ 60 എഴുതി. ഇവയുടെ എല്ലാം കൂടെ തുകയായിരിക്കും ഒരു ഡേയുടെ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 24 × 60 × 60 എന്ന് പറയുമ്പോൾ 86,400 സെക്കൻഡുകൾ ചേർന്നതാണ് ഒരു ഡേ എന്ന് പറയുന്നത്. 1 സെക്കൻഡ് ഈസ്, ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 1/86,400 പാർട്ട് ഓഫ് ആൻ ആവറേജ് സോളാർ ഡേ. ശരാശരി ആവറേജ് സോളാർ ഡേയുടെ 1/86,400 പാർട്ടായിരിക്കും ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ ഒന്നും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഡെഫിനിഷൻ നോക്കാം. Quantities which are not related to one another and cannot be expressed using other quantities. Such quantities are fundamental quantities. എങ്ങനെയുള്ള ക്വാണ്ടിറ്റികളെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു വൺ അതർ, മറ്റുള്ള ക്വാണ്ടിറ്റികളുമായി ഒരു ബന്ധമില്ലാത്തതും cannot be expressed using other quantities, മറ്റുള്ള ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അവരാണ് മെയിൻ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ക്വാണ്ടിറ്റീസുമായിട്ട് ഒരു ബന്ധവുമില്ല, റിലേഷനുമില്ല. ആ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ദ യൂണിറ്റ്സ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇത്തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഈസ് ദ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഇൻ്റർനാഷണൽ, ലോകോത്തരമായി അംഗീകരിച്ചിട്ടുള്ള, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റുകളാണ്. ഇറ്റ്സ് ഷോർട്ട് ഫോം ഈസ് SI യൂണിറ്റ്. SI യൂണിറ്റിൻ്റെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിനെയാണ് ഷോർട്ട് ഫോമിൽ നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്. SI തിരിച്ചിടണം വായിക്കുമ്പോൾ, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ SI യൂണിറ്റ് ആണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് SI യൂണിറ്റ്. ഓക്കെ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്താണെന്ന് മനസ്സിലായി, SI യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ള ഒരു കോളം തന്നെയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് ഇത് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ SI യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ SI യൂണിറ്റ് എന്നുള്ള ഒരു ടേമും പഠിച്ചു. പ്രധാനമായും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. എത്ര എണ്ണമാണ്? 7 എണ്ണം. ഏതൊക്കെയാണവ? ലെങ്ത്, മാസ്,
ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ, നെക്സ്റ്റ് നൽകിയിരിക്കുന്നത് ബേസിക് SI യൂണിറ്റും നെയിമും സിമ്പലും. അപ്പോൾ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ, സിമ്പൽ M. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, സിമ്പൽ kg. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്, സിമ്പൽ S. ഈ 3 നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപിയർ, സിമ്പൽ ക്യാപിറ്റൽ A. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. ഫാരൻഹീറ്റോ ഡിഗ്രി സെൽഷ്യസോ അല്ല. എന്താണ്? കെൽവിനാണ്. ക്യാപിറ്റൽ K ആണ് സിമ്പലായി ഉപയോഗിച്ചിരിക്കുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മോൾ, MOLE. അതിൻ്റെ സിമ്പൽ MOL വരെയുള്ളൂ, E ഇല്ല. അത് ശ്രദ്ധിച്ചു കൊടുത്ത് പഠിക്കുക. MOL. നെക്സ്റ്റ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ബേസിക് യൂണിറ്റ് SI യൂണിറ്റ് കാൻഡില, സിമ്പൽ CD. ഈ 7 യൂണിറ്റ്സും അവയുടെ SI യൂണിറ്റുകളും സിമ്പലും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യം ആണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പോർഷൻസാണ് എടുക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ച് നോട്ട്സ് എഴുതുക. വീഡിയോ മുഴുവനായി കാണുക. മുഴുവനായി കണ്ട് നോട്ട്സ് എഴുതിയെടുത്ത് അത് പഠിച്ചു വെക്കുക. ബാക്കി പോർഷൻസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ ചാനൽ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി 8th ക്ലാസ്സിലെ മാത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബയോളജിയും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. 9th ബയോളജി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സുകൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കുക. താങ്ക് യു.